നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമായ സമൂഹ മാധ്യമത്തിലെ ഒരു പേജാണ് തെക്കിൻ്റെ കാവിപ്പട എന്നത്. തെക്കിൻ്റെ കാവിപ്പട എന്ന ആ പേജിൽ വളരെ സാമൂഹികമായ ഒരുപാട് വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്യാറുണ്ട്. ഏറെ ജനകീയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന് തന്നെ നമുക്ക് തെക്കിൻ്റെ കാവിപ്പടയെക്കുറിച്ച് പറയാം. ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് അന്നമൂട്ടുക എന്നത്. അതും അഭയ കേന്ദ്രങ്ങളിൽ, പല ജില്ലകളിലെ അഭയ കേന്ദ്രങ്ങളിൽ ഭക്ഷണം ആർക്കാണോ ആവശ്യം അവർക്ക് നേരിട്ട് നൽകുക എന്ന വളരെ മഹത്തരമായ ഒരു കാര്യം ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അന്നദാനം എന്ന് പറയുന്നത് മഹാദാനം തന്നെയാണ്. ആ മഹാദാനം വളരെ ശ്രേഷ്ഠമായ രീതിയിലാണ് തെക്കിൻ്റെ കാവിപ്പട നടത്തുന്നത്. നവമാധ്യമ രംഗത്ത് വേറിട്ട ആശയങ്ങൾ നിരത്തിയാണ് പലപ്പോഴും ഈ കൂട്ടായ്മ അവരുടെ സഞ്ചാരത്തെ ഒന്നുകൂടി മനോഹരമാക്കുന്നത്. എപ്പോഴും സഹജീവികളെ ചേർത്ത് പിടിച്ചിട്ടുള്ള അവരുടെ പ്രവർത്തനം ഈ വർഷവും എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ആരംഭിക്കുകയാണ്. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ അഭയ കേന്ദ്രങ്ങളിലായി തെക്കിൻ്റെ കാവിപ്പട ഒരുക്കുന്ന അന്നദാന പരിപാടികൾക്ക് ഫെബ്രുവരി 15 തുടക്കം കുറിക്കുന്നു. ഫെബ്രുവരി 15 കോട്ടയം സ്നേഹക്കൂട് അഭയ കേന്ദ്രത്തിൽ അന്നം വിളമ്പിക്കൊണ്ട് അവർ അവരുടെ ആരംഭം കുറിക്കുകയാണ്. ഈ പരിപാടിയിൽ യുവപ്രതിഭ ശിവപ്രിയയും BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജും പങ്കെടുത്ത് സംസാരിക്കും. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ശ്രീ ഗോപാലകൃഷ്ണനും അതുപോലെ ഷോൺ ജോർജും ഈ തെക്കിൻ്റെ കാവിപ്പടയുടെ ഈ കൊല്ലത്തെ ഈ സംരംഭത്തിന് നൽകിയ ആശംസകൾ നമുക്ക് കേൾക്കാം. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ആശംസ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, തെക്കിൻ്റെ കാവിപ്പട നിങ്ങൾ കേട്ടിട്ടില്ലേ? നവമാധ്യമ രംഗത്തെ ഒരു തരംഗമാണ്. സോഷ്യൽ മീഡിയയിൽ തെക്കിൻ്റെ കാവിപ്പട വെളിയിൽ കൊണ്ടുവരുന്ന യാഥാർത്ഥ്യങ്ങൾ, പല മാധ്യമങ്ങളും പറയാൻ കഴിയാത്ത സത്യസന്ധമായ കാര്യങ്ങൾ തെക്കിൻ്റെ കാവിപ്പട വെളിയിൽ കൊണ്ടുവരുന്നു. പക്ഷേ നവമാധ്യമ രംഗത്തെ തരംഗമായി നിൽക്കുമ്പോഴും തെക്കിൻ്റെ കാവിപ്പടയ്ക്ക്, ആ സംഘാടകർക്ക് മനുഷ്യസ്നേഹവും മാനവബോധവും അവരിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ള സമൂഹത്തെ സേവിക്കുവാനുള്ള സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും. ഈ വർഷത്തെ ആദ്യത്തെ അവരുടെ സേവന പ്രവർത്തനമാണ് കോട്ടയത്തെ സ്നേഹക്കൂട് അഭയ കേന്ദ്രത്തിൽ നടത്തുന്ന അന്നദാനം. യാതൊരു സംശയവുമില്ല, അന്നദാനം എന്ന് പറയുന്നത് ഒരു മഹത്തായ സേവനമാണ്. കോട്ടയം സ്നേഹക്കൂട് അഭയ കേന്ദ്രത്തിൽ തെക്കിൻ്റെ കാവിപ്പട എന്ന ഈ സംഘടന നടത്തുന്ന ഈ വർഷത്തെ ആദ്യത്തെ ഈ അന്നദാനത്തിന് എൻ്റെ എല്ലാ സഹകരണങ്ങളും ഞാനും ഉറപ്പാക്കുന്നു. എന്നെക്കൊണ്ട് കഴിയാവുന്ന തരത്തിൽ എല്ലാ സഹായങ്ങളും തെക്കിൻ്റെ കാവിപ്പടയ്ക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. ഒപ്പം ഈ പുണ്യപ്രവർത്തനത്തിന് ഞാൻ എല്ലാ അർത്ഥതലങ്ങളിലും പിന്തുണയും ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. സ്നേഹക്കൂട് അഭയകേന്ദ്രത്തിൽ ഈ വരുന്ന ഫെബ്രുവരി 15 അന്നദാനം ആരംഭിക്കുകയാണ്. ആ അന്നദാനത്തിൽ, ആ പുണ്യകർമ്മത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളിയാകാൻ ഞാനും ഉണ്ടാവും. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ, ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഞാനും ഒപ്പമുണ്ടാവും. നമുക്കന്ന് കാണാം. ഇതുപോലെയുള്ള മനോഹരമായ പ്രവർത്തനങ്ങളാണ് സമൂഹത്തിന് ഉതകുന്ന, സമൂഹത്തിൽ ആവശ്യക്കാർക്കിടയിൽ അവർക്ക് ലഭ്യമാകേണ്ടുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നവമാധ്യമങ്ങളിൽ ചേർന്ന് നിന്ന് പലരും ചെയ്യേണ്ടത്. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുകയും മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ഒന്നുമല്ല വേണ്ടത്. അവിടെയാണ് തെക്കിൻ്റെ കാവിപ്പട തികച്ചും വ്യത്യസ്തരാകുന്നത്. എന്തായാലും തെക്കിൻ്റെ കാവിപ്പടയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും, കർമാനോസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും നേരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.